ഇന്ന് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മാച്ച് ബോക്സിൻ്റെ ആയിട്ട് കേട്ടോ. ഇതെൻ്റെ ആദ്യത്തെ മാച്ച് ബോക്സാണ്, ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതൊരു മാച്ച് ബോക്സിൻ്റെ തന്നെ ഒരു 1:64 സ്കെയിലിൽ വരുന്ന മോഡലാണ്. ഒരു ടൊയോട്ടയുടെ ഒഫീഷ്യൽ ലൈസൻസ് പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഒരു 125 ഒരു 30ാമത്തെ മോഡൽ കൂടിയാണിത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിലേ ഒരു നോർമൽ ബോക്സാണ് കേട്ടോ. ഭയങ്കര ഒരു ക്വാളിറ്റി ഒന്നും എനിക്ക് തോന്നിയില്ല, പക്ഷേ കൊള്ളാം, ഓക്കെ ആട്ടോ. ബോക്സ് വേറെ ഒന്നുമില്ല. ഇതൊരു 179 ഒരു 179 റുപ്പീസിൻ്റെ ആണ്. ഒന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കണ്ടോ, 179 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ, കൂടുതലായിട്ട് പറയാനായിട്ടാണെങ്കിലും ഒന്നുമില്ല ഇതിനകത്ത്. നമുക്ക് എന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട്, അടിപൊളിയാണോ, എങ്ങനെയുണ്ട് ഐറ്റം എന്നുള്ളതൊന്ന് നോക്കിയാലോ. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഇവിടുത്തെ ഒരു ഇതൊക്കെ കുഴപ്പമില്ല. ഇങ്ങനത്തെ മോഡലൊന്നും ഞാൻ അങ്ങനെ ഓപ്പൺ ചെയ്യാറില്ല, കാരണം എന്തായാലും നമുക്കൊന്ന് നോക്കാം. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അടിപൊളിയായിട്ടോ ഈ ഒരു പേപ്പർ, ഒരു ബട്ടർ പേപ്പർ അല്ലേ. രണ്ട് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് പൊതിഞ്ഞിട്ടാണ് കേട്ടോ. അടിപൊളി ഐറ്റം കേട്ടോ. അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ സാധാരണ ഹോട്ട് വീൽസ് പോലെയല്ല, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഫസ്റ്റ് തന്നെ നോക്കുമ്പോൾ അടിപൊളി ഐറ്റം കേട്ടോ. കിട്ടിലെന്ന് വെച്ചാൽ കിട്ടിലൻ ഐറ്റം. നോക്കി എങ്ങനെയുണ്ടെന്ന്, അടിപൊളിയല്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതെൻ്റെ ആദ്യത്തെ ഒരു ഇതിൻ്റെ ആദ്യത്തെ ഒരു മാച്ച് ബോക്സിൻ്റെ ഐറ്റം കേട്ടോ. പക്ഷെ എന്നാൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി മോഡൽ. നോക്കി എങ്ങനെയുണ്ട് സാധനം എന്ന്, കിട്ടലും സാധനം കേട്ടോ, അടിപൊളി സാധനം. നമുക്കേ ഒരു മാച്ച് ബോക്സും കൂടെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് നമുക്കൊരു അടുത്ത വീഡിയോയിൽ ഞാൻ ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കാം. കുറച്ച് കൂടുതൽ പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്ത് ഇതിൻ്റെ മോഡൽ നമ്പർ 2023 ടൊയോട്ട RAV4 TRD എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ചെറിയൊരു ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടയർ നോർമലാണ് കേട്ടോ, അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ വേണ്ടി മാത്രം ടയർ ഒന്നുമില്ല. ഇതിൻ്റെ ബാക്കൊക്കെ അടിപൊളി. ഇത് നമ്മുടെ ഒരു ചെറിയൊരു ഹൈക്രോസിൻ്റെ ഒരു ലുക്കില്ലേ, ബാക്ക് സൈഡ് നോക്കാനായിട്ട് ഒരു ഇന്നോവ ഹൈക്രോസ്. പക്ഷെ ഫ്രണ്ടൊക്കെ കൊള്ളാം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി മോഡല്. സത്യം ഭയങ്കരമായിട്ട് എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടമായൊരു മോഡലാണ് കേട്ടോ അത്. നമുക്ക് ഇതേ മേളിലൊക്കെ നോക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക നമുക്കൊരു സൺറൂഫ്. പിന്നെ ഉള്ളിൽ നമുക്കൊന്നും കാണുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ബ്ലാക്ക് ചെയ്ത് വെച്ചിരിക്കുക. സീറ്റ് എന്തോ പോലെ തോന്നുന്നുണ്ട്, അല്ലാണ്ട് ഒന്നും ഇല്ല അധികം പറയാനായിട്ട്. ടയർ കൊള്ളാം, ഷോക്കും കാര്യങ്ങളില്ല, ഇത്രയൊക്കെ ഉള്ള കേട്ടോ പറയാൻ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഒരു മാച്ച് ബോക്സ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡലാണ് കേട്ടോ, അടിപൊളി. അപ്പോൾ ഇത്രേ ഉള്ളൂ പറയാനായിട്ട്. നമുക്കപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. നമുക്ക് ഒരുപാട് അടിപൊളി മോഡൽസ് വരാനായിട്ടിരിപ്പുണ്ട്. പിന്നെ ഞാൻ ആ ഗ്യാരേജ് പറഞ്ഞ് മറന്നിട്ടില്ല, അത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങണം. അപ്പോൾ ശരി, ഓക്കെ, ബൈ.